എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് CBSE 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. We describes the motion of an object along a straight line in terms of position, velocity and accelerations. And also we also discussed about the uniform motion and non-uniform motion. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചും യൂണിഫോം മോഷനെ കുറിച്ചും നോൺ യൂണിഫോം മോഷനെ കുറിച്ചും പൊസിഷൻ, അതുപോലെ വെലോസിറ്റി, ആക്സലറേഷൻ എന്നുള്ള പോയിന്റുകളെ കുറിച്ചൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി കടന്നു ചിന്തിച്ചപ്പോൾ നമുക്ക് കുറേയേറെ, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റുകൾക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് കുറേയേറെ വിഷയങ്ങളിലേക്കുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും, നമുക്കറിയാം എന്തുകൊണ്ടാണ്, വാട്ട് കോസസ് ദ മോഷൻ, എന്താണ് ഒരു മോഷന് കാരണം, ആൻഡ് വൈ ഡസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് വിത്ത് ടൈം, സമയത്തിനനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് അത് അതിൻ്റെ സ്പീഡ് മാറുന്നത്, ഡു ഓൾ മോഷൻസ് റിക്വയർ എ കോസ്, എല്ലാ മോഷനും ഒരു കാരണമുണ്ടോ, ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ശാസ്ത്രം വളരെയധികം ഗഹനമായി ചർച്ച ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും ഒക്കെ ഇതിൽ വളരെ മുമ്പ് തന്നെ ഗഹനമായിട്ടുള്ള അധ്യയനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഗലീലിയോ ഗലീലി ആൻഡ് ഐസക് ന്യൂട്ടൺ. അപ്പോൾ സർ ഐസക് ന്യൂട്ടണും ഗലീലിയോ ഗലീലിയും വളരെ വ്യക്തതയോടുകൂടി ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നു എന്നർത്ഥം. അപ്പോൾ വളരെ ഡിസ്കഷൻ നടന്നു. ആ ഡിസ്കഷനിൽ ഏറ്റവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ലോകം അംഗീകരിച്ചത് ഗലീലിയോ ഗലീലിയുടെയും സർ ഐസക് ന്യൂട്ടൻ്റെയും വാദങ്ങളാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഗലീലിയോ ഗലീലി എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഗലീലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ നല്ലൊരു ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അദ്ദേഹം 15 ഫെബ്രുവരി 1564 പിസ എന്ന് പറയുന്ന പട്ടണത്തിൽ, ഇറ്റലിയിൽ ആണ് ജനിച്ചത്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് മാത്തമാറ്റിക്സ് ആയിരുന്നു. മാത്തമാറ്റിക്സിലും തുടർന്ന് നല്ലൊരു ക്രാഫ്റ്റ്മാനാണ്. പലതരത്തിലുള്ള സാധനങ്ങളെല്ലാം, ഇപ്പോൾ എയറോനോട്ടിക്സ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ദൂരവസ്തുക്കൾ, ടെലസ്കോപ്പുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ആ ചാതുര്യമൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. നല്ലൊരു ക്രാഫ്റ്റ്മാനും കൂടിയായിരുന്നു അദ്ദേഹം. ഓൾറെഡി അച്ഛൻ പറഞ്ഞ വഴിക്ക് അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം തുടർന്ന് മെഡിസിനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപേക്ഷിക്കുകയും കൂടുതൽ മാത്തമാറ്റിക്സിലേക്ക് കടന്ന് ചിന്തിക്കുകയും പിന്നീട് വലിയ നിലയിൽ മാത്തമാറ്റിക്സും ഫിസിക്സും അദ്ദേഹം വശമാക്കി. തീർച്ചയായിട്ടും ടെലസ്കോപ്പും അതുപോലെയുള്ള സംഗതികളും ഉണ്ടാക്കി. സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പിലൂടെ ഏറ്റവും വലിയ സിദ്ധാന്തം, സൂര്യന് ചുറ്റുമാണ് മറ്റു പ്ലാനറ്റ്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വ്യക്തമായ സത്യവും, അതുവരെ വിചാരിച്ചിരുന്നത് ഭൂമിയെ ചുറ്റിയിട്ടാണ് സൂര്യനൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു അസത്യമായിട്ടുള്ള അവസ്ഥ, അതല്ല ശരി, സൂര്യനാണ് നമ്മുടെ സെൻറ്റർ എന്നും സോളാർ സിസ്റ്റമാണ് ഉള്ളതെന്നും അത് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പിലൂടെ അദ്ദേഹം കണ്ടുപിടിക്കുകയും മാത്രമല്ല അദ്ദേഹം വീനസ്
അതുപോലെ തന്നെ സാറ്റർൻ, ശനി, അതുപോലെ ശുക്രൻ എന്നീ നക്ഷത്രങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ആർക്കമിഡീസിൻ്റെ കാര്യത്തിനായി ആർക്കമിഡീസ് കണ്ടുപിടിച്ച തത്വത്തിലായാലും ഡെൻസിറ്റിയെ കുറിച്ചിട്ടായാലും പലതിനെ കുറിച്ചിട്ടും അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറംസ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ സയൻസിൻ്റെ ഒരു അസറ്റായിരുന്നു ഗലീലിയോ ഗലീലി. അതോടൊപ്പം തന്നെ ഗലീലിയോ ഗലീലിയുടെ സിദ്ധാന്തങ്ങൾ പിന്തുടർന്നുകൊണ്ട് സർ ഐസക് ന്യൂട്ടൺ അതിവിശിഷ്ടമായിട്ട് സയൻസിന് വളരെയധികം സംഭാവനകൾ തന്നു. പ്രത്യേകിച്ച് മോഷൻ എന്നുള്ള വിഭാഗത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട 3 മോഷൻസ് തിയറി, ലോസ് ഓഫ് മോഷൻ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് തേർഡ് ലോ ഓഫ് മോഷൻസ്. അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു വസ്തു ചലിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പോൾ പുഷ് ഓർ പുൾ ഓർ ഹിറ്റ്, പുഷ് ആൻഡ് പുൾ ഓർ ഹിറ്റ് ദാറ്റ് മേക്ക് എ ബോഡി ടു മൂവ്. അത് മൂവ് ചെയ്യാൻ സാധിക്കുന്ന അർത്ഥം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു വസ്തുവിനെ നിർത്തുന്നതിന് എന്ത് വേണം? നിർത്തുന്നതിനും നമുക്കൊരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു വസ്തു റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനും ഒരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതിനും നമുക്ക് ഒരു ഫലം അഥവാ ഫോഴ്സ് കൊടുക്കേണ്ടതുണ്ട്. ആ ഫലം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? അവിടെയാണ് സയൻസ് വളരെയധികം അതിശയകരമായിട്ട് ചിന്തിച്ചത്. നമുക്കറിയാം, വസ്തു മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വസ്തു ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പായി സ്ലോ ചെയ്ത് സ്റ്റോപ്പായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ കൂടി ആ വസ്തു അത് പതുക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ സയൻസ് വളരെ വ്യക്തതയോടുകൂടി അതിനെ സമീപിക്കുകയും ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രതിഭകൾ അതിന് ഉത്തരം ഏകദേശം തരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം? ഒബ്ജക്ട്സ് മൂവ്സ് ബിക്കോസ് വി മേക്ക് എ ഫോഴ്സ് ആക്ട് ഓൺ ദം. ഒരു വസ്തുവിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ വസ്തു മൂവ് ചെയ്യുക. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഫോഴ്സാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഫോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്, സന്തുലിത ബലവും അസന്തുലിത ബലവും. എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ്? നമുക്കറിയാം, 2 തുല്യമായ ഫോഴ്സുകൾ ഓപ്പോസിറ്റിലേക്ക് കൊടുത്താൽ ഒരു ഫോഴ്സ് എ എന്നൊരു വ്യക്തി ഒരു സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ബി എന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിലേക്കും തുല്യമായിട്ടുള്ള ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ വസ്തുവിന് മൂവ്മെൻ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോഷൻ ഉണ്ടാവില്ല. That particular force is called balanced force. So, do not change the state of rest or state of motion of an object is called balanced force. State of rest അല്ലെങ്കിൽ മോഷനോ യാതൊരു തരത്തിലും ചേഞ്ച് വരുത്താൻ സാധിക്കാത്ത ബലത്തിനെയാണ് അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ പറയുക ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഒരു വസ്തു അനങ്ങാതിരിക്കുന്ന വസ്തു അനങ്ങാതെ തന്നെ നിൽക്കുക, ഒരു വസ്തു അനങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു അതേ ആ മൂവ്മെൻറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ 2 ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് കൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള ഫലവും ഇല്ലെങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. ദ നെക്സ്റ്റ് വൺ അൺബാലൻസ്ഡ് ഫോഴ്സ്, അസന്തുലിത ബലം. നമുക്കറിയാം, ദാറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ബ്രിങ്സ് ഇറ്റ് ഇൻ മോഷൻ. ഒരു അസന്തുലിത ബലം വരുമ്പോൾ ഒരു വസ്തു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുന്ന വസ്തു മൂവ് ചെയ്യാനും മൂവ് ചെയ്യുന്ന വസ്തുവിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും.
സോ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അസന്തുലിത ബാഹ്യബലം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ സ്റ്റോപ്പ് എ ബോഡി ഓർ ഒബ്ജക്റ്റ്, മൂവിങ് ഒബ്ജക്റ്റ്, ഓർ സ്റ്റാർട്ട് എ റെസ്റ്റിംഗ് ഒബ്ജക്റ്റ്. ഒരു റെസ്റ്റിംഗ് ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്യാനും മൂവിങ് ഒബ്ജക്റ്റിനെ നിർത്തുവാനും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് സാധിക്കും. അസന്തുലിത ബാഹ്യബലവും സന്തുലിത ബലവും, ആ രണ്ട് ബലത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫോഴ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫോഴ്സ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് സാധിക്കുക? നമുക്കറിയാം, ഫോഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ടു ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻഡ് വെലോസിറ്റി, അതിൻ്റെ അളവും അതിൻ്റെ പ്രവേഗവും വെലോസിറ്റിയും നമുക്ക് മാറ്റാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഒരു വസ്തുവിനെ റെസ്റ്റിലേക്ക് നിർത്തുവാൻ, മൂവ് ചെയ്തിരിക്കുന്ന വസ്തുവിന് വെലോസിറ്റി കുറച്ച് നിർത്തുവാനും ആ വസ്തുവിനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ റെസ്റ്റിലിരിക്കുന്ന വസ്തുവിനെ ഒരു ഫോഴ്സ് കൊടുത്താൽ അതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. മാത്രമല്ല, മൂവ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിനെ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ മാറ്റിക്കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടു ചേഞ്ച് ദ ഷേപ്പ്, നമുക്കറിയാം അതിൻ്റെ ഷേപ്പ്, ആകൃതി നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ സാധിക്കും. ഇപ്പം നമുക്കൊരു ബലൂൺ, നല്ല എയർ നിറച്ചിരിക്കുന്ന ഒരു ബലൂണിനെ നമ്മൾ രണ്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ, ഒരു ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ ഷേപ്പ് വിൽ ബി ചേഞ്ച്ഡ്. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ, ഇൻ ഓർഡർ ടു മേക്ക് ഷേപ്പ്, ടു ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ചേഞ്ച് ദ വെലോസിറ്റി ആൻഡ് ടു സ്റ്റോപ്പ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് എക്സെട്ര, നമുക്ക് ഫോഴ്സിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിന് ഫോഴ്സ് കൊണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ, ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഇനി നമുക്കിത് കൂടാതെ നമ്മളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നാൽ, ഇപ്പം നമുക്കറിയാം, ഒരു ഭാരം കുറഞ്ഞൊരു പെട്ടിയെ നമുക്ക് നിലത്തിലൂടെ, ഒരു തറയിലൂടെ നമുക്ക് പുള്ള് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് പുള്ള് ചെയ്ത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അത് വെയിറ്റായിട്ട് നിറയെ ഭാരത്തോടു കൂടിയ, മാസ് കൂടിയ ഒരു വസ്തുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനെ ഫോഴ്സ് ചെയ്ത് തള്ളി നീക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യമുണ്ട്, മൂവ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കാതെ തന്നെയുള്ള ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ നമ്മൾ കൊടുക്കാതെ ആ നേച്ചർ ഇറ്റ് സെൽഫ് മേക്ക് എ ഫോഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ഘർഷണ ബലം, അതായത് ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് വിൽ ബി ആക്ട്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണോ മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെതിരെ ആ ബേസ്, അതിന് ആ മൂവ് ചെയ്യുന്ന ആ വസ്തുവിൻ്റെ ബേസ് തിരിച്ചൊരു ഫോഴ്സ് ഓഫ് ഒപ്പോസിങ് ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്, അത് കൊടുക്കുകയും അത് പതുക്കെ വെലോസിറ്റിയെ കുറച്ച്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ അത് ക്രമേണ അത് സ്ലോലി അത് സ്റ്റോപ്പ്, ദാറ്റ് ഈസ് ടേക്കിംഗ് എ റെസ്റ്റ്, അത് റെസ്റ്റിലേക്ക് വരികയും ചെയ്യും എന്നർത്ഥം. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ള ഒരു ഘർഷണ ബലത്തെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സയൻസ്, ഫിസിക്സ്, സർ ഐസക് ന്യൂട്ടൺ വളരെ കൗതുകകരമായി ചിന്തിച്ചുകൊണ്ട് ഗലീലിയോയുടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി വളരെ വ്യക്തമായ തരത്തിൽ 3 നിയമങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. The first law is called first law of motion. That means, ഇപ്പോൾ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ യൂണിഫോം മോഷൻ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുകയോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുകയോ എന്നൊരു വസ്തു, അത് റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിലിരിക്കാനാണ് ഇഷ്ടം.
അതുപോലെ മോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ മോഷൻ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അതിനർത്ഥം റെസ്റ്റ് ചെയ്യുന്ന വസ്തു റെസ്റ്റ് ചെയ്യാനും മോഷൻ ചെയ്യുന്ന വസ്തു മോഷൻ ഇരിക്കുവാനാണ് താല്പര്യമെന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു അവസ്ഥ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ ഒന്നുകിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. റെസ്റ്റിലിരിക്കുന്ന വസ്തുവെ ചലിപ്പിക്കണമെങ്കിൽ അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് നിർത്തണമെങ്കിലും റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ആ ഒരു നാച്ചുറൽ ടെൻഡൻസി ടു റെസിസ്റ്റ് ദ ഫോഴ്സ്, അതായത് ഇനർഷ്യ എന്ന് പറയും, ജഡത്വം എന്ന് പറയും. ഇപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിനും ജഡത്വമുണ്ട്, ഇനർഷ്യയുണ്ട്. ഇനർഷ്യ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് റെസിസ്റ്റ് ദ മൂവിങ് ഓഫ് മോഷൻ ഓർ റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ദ മോഷൻ. ചലിക്കാതിരിക്കാനുള്ള ഒരു ഇനർഷ്യയുമുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇനർഷ്യയുമുണ്ട്. നാച്ചുറൽ ടെൻഡൻസിയാണ്. ദാറ്റ് മീൻസ് ചലിക്കാതിരിക്കുന്നതിനുള്ള ഇനർഷ്യയെ പറയുന്ന പേരാണ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അതെന്താന്ന് പറഞ്ഞാൽ നിശ്ചല ജഡത്വം എന്ന് പറയും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് അതിനെ മൂവിങ് ഇനർഷ്യ എന്ന് പറയും. അപ്പോൾ ദാറ്റ് ഈസ് ദ നാച്ചുറൽ ടെൻഡൻസിയാണ്. അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അത് നമുക്കതിനെ അങ്ങനെ പറയാൻ തന്നെ സാധിക്കുള്ളൂ, നാച്ചുറൽ ടെൻഡൻസി. ഇഫ് ആൻ അൺബാലൻസ്ഡ് external force applies, the inertia will be changed. അപ്പോൾ നമുക്ക് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ആ വസ്തുവിനെ നിർത്തുവാനും റെസ്റ്റ് ചെയ്യിക്കുവാനും സാധിക്കുമെന്നർത്ഥം. ഇതാണ് ആദ്യത്തെ നിയമത്തിൻ്റെ ഒരു ലക്ഷ്യം. സോ അക്കോർഡിംഗ് ടു സർ ഐസക് ന്യൂട്ടൺ, the first law of motion is said that an object remain in a state of rest or a uniform motion in a straight line unless compelled to change that state by an applied force. ഒന്നുകൂടി പറയാം. An object remain in a state of rest or of uniform motion in a straight line unless compelled to change the state by an applied force. ഒരു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിലാകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ അതിനെ റെസ്റ്റിലേക്കാക്കണമെങ്കിലും നിർത്തുന്നതിനും നമ്മൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ചലിക്കാതിരിക്കുന്ന വസ്തു ചലിക്കാതിരിക്കുവാനും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടിരിക്കുവാനും അത് പ്രവണത കാണിക്കും. അത്തരത്തിലുള്ള നാച്ചുറൽ ടെൻഡൻസിയെ പറയുന്ന പേരാണ് ഇനർഷ്യ. അതാണ് നിശ്ചല ജഡത്വം, അതുപോലെ ചലന ജഡത്വം. ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് മൂവിങ് ഇനർഷ്യ. ഇതാണ് നമ്മൾ ആദ്യത്തെ നിയമത്തിലൂടെ സർ ഐസക് ന്യൂട്ടൺ നമ്മളോട് പറഞ്ഞു തന്നത്. ഇതിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. അവർ വളരെയധികം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ധാരാളം അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പം നമുക്ക് ക്യാരംസ് കളിക്കുകയാണെങ്കിൽ ആ കോയിൻസ് നമ്മൾ അടുക്കി വെച്ചിട്ട് സ്ട്രൈക്കർ കൊണ്ട് നമ്മൾ ശക്തമായിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അടിയിലത്തെ കോയിൻ മാത്രം മൂവ് ചെയ്യുകയും മറ്റ് കോയിൻസ് എല്ലാം അതേപടി താഴെ നിലനിൽക്കുകയും ചെയ്യും. കാരണം അവിടെ ഇനർഷ്യയാണ്. കാരണം ആ റെസ്റ്റിലിരിക്കുന്ന വസ്തു റെസ്റ്റിലിരിക്കാനാണ് താല്പര്യപ്പെടുക എന്നർത്ഥം. അപ്പോൾ ആ ബോഡിയുടെ ഇനർഷ്യ വിൽ ബി റെസ്റ്റാണ്. അതുകൊണ്ട് അത് നിലനിൽക്കാൻ അത് ശ്രമിക്കും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നത് വരെ എന്നർത്ഥം. അതുപോലെ നമുക്ക് ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം കയറിയിരുന്ന്
സീറ്റിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം പിന്നിലേക്ക് വീഴാൻ ശ്രമിക്കും. എന്താ കാരണം? വണ്ടി റെസ്റ്റിലിരിക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. മൂവ് ചെയ്തപ്പോൾ വണ്ടിയുടെ വെലോസിറ്റി വിൽ ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന പാസഞ്ചറായിട്ട് കയറിയിരിക്കുന്ന നമ്മളുടെ വെലോസിറ്റി 0-ൽ നിൽക്കുന്ന വെലോസിറ്റി പെട്ടെന്ന് നമ്മുടെ ഫുട്ടിൽ വെലോസിറ്റി വിൽ ഇൻക്രീസ്ഡ്, ബട്ട് അതർ പാർട്ട് ഓഫ് ദ ബോഡി വെലോസിറ്റി വിൽ ബി ആൾവേസ് 0. So in order to balance the velocity we will fell down. ബാക്കിലേക്ക് നമ്മൾ മറിഞ്ഞ് വീണ് അത് ബാലൻസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആ ബസ്സിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ പ്രവണത കാണിക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ സഡനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴും നമുക്ക് ഇത് അനുഭവപ്പെടും. ഒരേ വേഗതയിൽ മൂവ് ചെയ്യുന്ന വണ്ടിയുടെ വെലോസിറ്റിയും നമ്മുടെ വെലോസിറ്റിയും സെയിം ആയിരിക്കും. സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ദ വെലോസിറ്റി സഡൻലി ചേഞ്ച് ടു 0, ബട്ട് അവർ വെലോസിറ്റി ഷുഡ് നോട്ട് ചേഞ്ച് ടു 0 ക്വിക്ക്ലി. നമ്മുടെ പാദത്തിലെ വെലോസിറ്റി പെട്ടെന്ന് 0-ലേക്ക് എത്തുമ്പോൾ ബോഡിയുടെ വെലോസിറ്റി 0-ൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കാറിലും ബസ്സിലൊക്കെ ഫ്രണ്ടിലിരിക്കുന്നവർ ബെൽറ്റ് ഇടാൻ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ആ ഇനർഷ്യയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇനർഷ്യ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഡെയിലി ലൈഫിൽ ധാരാളം ഉണ്ട്. ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഇനർഷ്യ ഏത് ഫാക്ടറുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക? നമുക്കറിയാം ഇനർഷ്യയും മാസും ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ്. കൂടുതലായിട്ട് മാസ് വരികയാണെങ്കിൽ, മാസ് വിൽ ഇൻക്രീസ് ആണെങ്കിൽ ദ ഇനർഷ്യ വിൽ ആൾസോ ഇൻക്രീസസ്. നമുക്കറിയാം ഒരു എലഫൻ്റ് എടുക്കുക. ആ എലഫൻ്റ് വളരെയധികം മാസുള്ള വ്യക്തിയാണ്. ആ ആന മിക്കവാറും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അത് ഓടാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ബോഡി അത് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ട് അത് തിരിച്ച് സാവധാനാണത് ഓടാൻ ശ്രമിക്കുക. അത് നമുക്കറിയാം. ആന തിരിഞ്ഞ് ആ വാല് ചുരുട്ടി ഒറ്റ തിരിഞ്ഞിട്ടാണ് ഒരു ഓടുക. അതിനർത്ഥം ആ മാസ് കൂടുമ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് ഇനർഷ്യയ്ക്ക് വ്യത്യാസമുണ്ട് എന്നർത്ഥം. വെൻ ഇൻക്രീസ് ദ മാസ് ദ ഇനർഷ്യ ഈസ് ആൾസോ ഇൻക്രീസസ്. അപ്പോൾ അതിന് പെട്ടെന്ന് റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് പെട്ടെന്ന് റെസ്റ്റിലിരിക്കാൻ തന്നെ തോന്നുള്ളൂ. പക്ഷേ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം ആ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, മാസും ഇനർഷ്യയും ക്ലോസ്ലി interrelated ആണെന്നർത്ഥം. Inertia is the natural tendency of an object to resist a change in the state of motion or of rest, and the mass of an object is a measure of its inertia. അപ്പോൾ ഇനർഷ്യയെ നമുക്ക് അളക്കണമെങ്കിൽ ആ മാസിനെ നോക്കിയാൽ മതി എന്നർത്ഥം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാസും ഇനർഷ്യയും ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നർത്ഥം. അപ്പോൾ ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഫുട്ബോളിൽ നമ്മൾ എയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കിക്ക് അടിച്ചാൽ, ഒരു പുഷ് ചെയ്താൽ, ഒരു പുള്ള് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ചലിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അതേ വെയിറ്റുള്ള ഒരു കല്ലിനെയാണ് നമ്മൾ പുഷ് ചെയ്യുന്നതെങ്കിൽ ആ വസ്തു അത് മൂവ് ചെയ്യില്ല. കാരണം എന്താ? അതിൻ്റെ മാസ് ഫുട്ബോളിൻ്റെ മാസിനേക്കാൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്, ഫുട്ബോൾ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷേ അതേ വെയിറ്റുള്ള വേറൊരു സ്റ്റോൺ, കല്ല് പോലെയുള്ള ഒരു അവസ്ഥ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം എന്താ? ദ മാസ്. അപ്പോൾ ഗ്രേറ്റർ ദ മാസ് ദ ഇനർഷ്യ വിൽ ബി ഗ്രേറ്റർ എന്ന് പറയാൻ സാധിക്കും എന്നർത്ഥം. അവിടെ നിന്ന്
നമ്മൾ വീണ്ടും പോയി രണ്ടാമത്തെ ലോ. നമുക്കറിയാം, ഇപ്പം നമ്മൾ പഠിച്ചത് വളരെ ക്ലിയറാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു വസ്തുവിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്ത് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കതിന് സ്പീഡ് കൂട്ടാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ, ഹൗ ദ ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോഴ്സ് അപ്ലൈഡ്. എങ്ങനെയാണ് ഒരു ആക്സിലറേഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട് വരിക? തിരിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ വളരെ ഈസി ആയിട്ട് അതിനെ നമുക്ക് റെഫറൻസ് ചെയ്യാൻ സാധിക്കും. സർ ഐസക് ന്യൂട്ടൺ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയേ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ടേമും കൂടി പറഞ്ഞു തന്നു. മൊമെൻറ്റം, ആക്കം എന്ന് പറയും. എന്താണ് മൊമെൻറ്റം? ഇപ്പം നമുക്കറിയാം, ഏതൊരു വസ്തു ചലിക്കുമ്പോഴും രണ്ട് കാര്യമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം, അതിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും. ഇപ്പം നമുക്ക് വെറുതെ ഇരിക്കുന്ന നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രക്ക്, റോഡ് സൈഡിൽ നിർത്തിയിരിക്കുന്ന ഒരു ട്രക്ക്, അത് നമുക്ക് ധൈര്യമായിട്ട് ആ ട്രക്കിൻ്റെ അടുത്ത് കൂടെ നമുക്ക് പാസ് ചെയ്യാം. ട്രക്ക് ഇടിക്കില്ല, നമുക്കറിയാം, അത് യാതൊരു തരത്തിലും അനങ്ങില്ല, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. പക്ഷേ ആ ട്രക്ക് ചെറിയൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ, അത് നമ്മൾ വന്ന് ഇടിച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് മരണത്തിലേക്ക് തന്നെ എത്തും. എന്ന് പറഞ്ഞാൽ, ആ മാസ് കൂടിയിരിക്കുന്ന വസ്തുവിൻ്റെ വെലോസിറ്റി ചെറുതായിരുന്നാലും നമുക്ക് അതിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ അതിൻ്റെ ആ പവർ നമുക്ക് കൂടുതലായിരിക്കും എന്നർത്ഥം. അതായത് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിൽ നമുക്കറിയാം മാസ് കൂടുതലാണ്. അവിടെ ചെറിയൊരു വെലോസിറ്റി ഉണ്ടായാൽ ആ മാസ് വലുതായതുകൊണ്ട് നമ്മളത് നമ്മുടെ ദേഹത്ത് വന്ന് ഇടിക്കുകയാണെങ്കിൽ അത് സീവിയർ ആയിട്ടുള്ള ഒരു ഫ്ലോയിലേക്ക് വരികയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചൊന്ന് ആലോചിക്കുക, വെലോസിറ്റി വളരെ കൂടുതലും മാസ് കുറവുമായിരുന്നാലും ഇതേ ഇഫക്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഗോലി, അതായത് വെടിയുണ്ട ഒരു തോക്കിൽ നിന്ന് നമ്മൾ ഉതിർക്കുമ്പോൾ, the goalie come from a gun, it will have a power to kill a man or being. അതിന് ഒരു മനുഷ്യനെ കൊല്ലാനോ ജീവജാലങ്ങളെ കൊല്ലാനോ ഒരു തോക്കിൽ നിന്ന് വരുന്ന ഒരു ഗോലിക്ക് സാധിക്കും. പക്ഷെ അതേ ഗോലി കൊണ്ട് നമ്മൾ എറിയുകയാണെങ്കിൽ അതുകൊണ്ടൊരു മനുഷ്യനെയോ ഒരു ജീവജാലങ്ങളെയോ കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ മാസ് നെഗ്ലിജിബിളാണ്. പക്ഷെ വെലോസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ മൊമെൻറ്റം അഥവാ ഇമ്പാക്റ്റ് ഓൺ എ ബോഡി ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ മാസും വെലോസിറ്റിയും ഒരു വസ്തുവിന് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. മാത്രമല്ല, സമയവും ആ മൊമെൻറ്റം എന്ന് പറയുന്ന ഫാക്ടറിനെ ബാധിക്കുന്നു എന്നർത്ഥം. ഇപ്പം നമുക്കറിയാം, ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല ഹാർഡ് ഹിറ്റ് ചെയ്യുമ്പോൾ ബോൾ വളരെ സ്പീഡിൽ പോവും. അത് ക്യാച്ച് ചെയ്യുന്ന അവസരത്തിൽ ഫീൽഡേഴ്സ് ആ കൈ കുറച്ച് പിന്നിലേക്ക് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തിനാണ് ക്യാച്ച് ചെയ്യുമ്പോൾ പിന്നിലേക്ക് കൈയെ വലിക്കുന്നത്? നമുക്കറിയാം, അത് സ്ട്രെയിറ്റ് ആയിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ വെലോസിറ്റിയിൽ വരുന്ന ബോൾ കൈ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ വന്ന് ഇടിക്കുമ്പോഴും സഡൻലി എ ഫുൾ ഫോഴ്സ് വിൽ ബി കംസ് ടു ആൻ എൻഡ്, സീറോയിലേക്ക് വരും. ആ വെലോസിറ്റി ചേഞ്ച് ടു ഇമ്മീഡിയറ്റ്ലി ടു സീറോ. ആ വെലോസിറ്റി സീറോയിലേക്ക് വരുമ്പോൾ ആ ഫുൾ ഫോഴ്സ് ഒരു ഷോർട്ട് ടൈമിൽ അത് ഇല്ലാണ്ടാവുകയും ആ ഫുൾ ഫോഴ്സ് നമ്മുടെ ബോഡിയെ അത് സ്ക്രാച്ച് ചെയ്യുകയും അല്ലെങ്കിൽ ഹാർഡ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ അത് ഇഞ്ചുറി ആക്കുമെന്ന് അർത്ഥം. അതുകൊണ്ട് ആ വെലോസിറ്റി, ആ മൊമെൻറ്റത്തിൽ വരുന്ന ആ ബോഡിയെ, ആ വെലോസിറ്റിയെ കുറയ്ക്കാനായിട്ട് സ്വല്പം സമയം കൂടി നമ്മൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യെ പിന്നിലേക്ക് ബെൻഡ് ചെയ്യുക.
അപ്പോൾ ആ ടൈം വിൽ ഇൻക്രീസ്, സോ ദ ഇമ്പാക്ട് വിൽ ബി ഡിക്രീസ്, ദ മൊമെൻറ്റം വിൽ ബി ഡിക്രീസ്ഡ്. അപ്പോൾ നമുക്ക് വളരെ സാവധാനത്തിൽ ആ വെലോസിറ്റിയെ സീറോയിലേക്ക് കൊണ്ടുവരാനും ആഘാതം, ഇമ്പാക്റ്റ്, അതിൻ്റെ മൊമെൻറ്റം കുറച്ചുകൊണ്ട് ആ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹൈ ജമ്പ് പിറ്റുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സർക്കസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സർക്കസ് ബഫൂണൊക്കെ മുകളിലേക്ക്, ജോക്കറൊക്കെ കയറി മുകളിലേക്ക്, അല്ലെങ്കിൽ വലിയ വലിയ സർക്കസ് കമ്പനികളിൽ താഴെ വലിയ നെറ്റ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി വളരെ ഹയർ ആയിരിക്കും, പക്ഷെ താഴെ വീഴുമ്പോൾ അത് വളരെ ഹാർഡല്ലാത്തത് കൊണ്ട് ആ ബോഡിക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള, മൊമെൻറ്റം കുറയ്ക്കാനായിട്ടുള്ള സമയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഓൺ ദ ബോഡി വിൽ ബി ഡിക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഹൈ ജമ്പ് പിറ്റൊക്കെ നമുക്കറിയാം ഹാർഡായിട്ടുണ്ടാവില്ല, ഒന്നുമില്ലെങ്കിൽ സ്പോഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ മണൽ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ചാടി വരുമ്പോൾ നല്ല ഹൈ വെലോസിറ്റിയിൽ വരുമ്പോൾ ആ വെലോസിറ്റി പൊടുന്നനെ ഒരു ഫോഴ്സ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു തറയിലാണ് വരുന്നതെങ്കിൽ അവിടെ സഡൻ മൊമെൻറ്റ് കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഒരു വലിയ ഫോഴ്സ് ഇമ്പാക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഫുൾ ഹാർഡ് ഹിറ്റ് ആ ബോഡിക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫോം ബെഡ് അല്ലെങ്കിൽ ഒരു സ്പോഞ്ചി ടൈപ്പ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മണൽ നിറഞ്ഞതായിട്ടുള്ള ഒരു പിറ്റായിരിക്കും ഹൈ ജമ്പ്, അതുപോലെ ജമ്പിങ് പിറ്റുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ റീസണബിൾ ആയിട്ടുള്ള ടൈം അതിന് കിട്ടുകയും ആ വെലോസിറ്റി വളരെ സാവധാനത്തിൽ സീറോയിലേക്ക് വന്ന് ആ ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ രണ്ടാമത്തെ ലോ ഓഫ് മോഷനിലൂടെ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ അതിന് P is the momentum that is equal to mass into velocity. P is equal to m into v. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയായിട്ട് രണ്ടാമത്തെ നിയമം പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. ഇവിടെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമുക്കറിയാം, സമയം കൂടി വരുമ്പോഴാണ് ആ മൊമെൻറ്റത്തിലുള്ള ചേഞ്ച് വളരെ ക്ലിയർ ആണ്. നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ ഇറക്കുന്ന കണ്ടിട്ടുണ്ടാവും. ആ കൈ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ കൈ പിന്നിലേക്ക് ബെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. തൊഴിലാളികൾ ഈ ബ്രിക്സൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന സമയത്ത് അവർ പിടിക്കുമ്പോൾ അത് ബെൻഡിങ് ആയിട്ട് അവർ ചെയ്യുന്ന കൈകൾ പിന്നിലേക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് ആ മൊമെൻറ്റത്തിൻ്റെ ഇഫക്റ്റ്, ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of change of momentum of an object is proportionate to the applied unbalanced force in the direction of the force. That means the second law of motion states that the rate of change of momentum of an object is proportional to the applied unbalanced force in the direction of force. അതാണ് നമ്മൾ രണ്ടാം നിയമത്തിലൂടെ ന്യൂട്ടൺ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമുക്ക് അവിടെ കൊടുക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നർത്ഥം. സോ ആ മാസ് ഇൻറ്റു ആക്സിലറേഷൻ വരുമ്പോൾ ദാറ്റ് ആക്സിലറേഷൻ വിൽ ബി കോൾഡ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമുക്കറിയാം, സപ്പോസ് an object of mass m moving along a straight line with an initial velocity u, it is uniformly accelerated to velocity v in time t. അപ്പോൾ t ആകുന്ന സമയത്തിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ട് v എന്ന ഫൈനൽ വെലോസിറ്റിയിലെത്തും. u എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിലിരിക്കുന്ന m മാസുള്ള ഒരു ബോഡി നമ്മൾ വിചാരിച്ചാൽ നമുക്കതിൻ്റെ സ്റ്റാർട്ടിംഗ് മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം P is equal to mass into u, m into u എന്നർത്ഥം. മാസ് ഇൻറ്റു വെലോസിറ്റി m into u, and final momentum will be P is equal to m into v. So in time t there is a change of momentum. That is we can say that rate of change of momentum. That is equal to P
P2 minus P1. So P2 is the final momentum, P1 is the initial momentum. So rate of change of momentum is equal to P2 minus P1. That is mv minus mu. That is m into v minus u. The rate of change of momentum is equal to m into v minus u by t. That is m into v minus u by t is changed into acceleration. So F proportional to ma. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് എന്താണ് കാരണം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവിടെ കൊടുക്കപ്പെടുന്ന ഫോഴ്സിന് ആനുപാതികമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ആക്സിലറേഷൻ. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു എ. കെ ഇസ് കോൾഡ് ദ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയും. അപ്പോൾ 1 unit of force is defined as the amount that produces an acceleration of 1 meter per second square in an object of 1 kilogram mass. 1 kilogram mass ഒബ്ജക്റ്റ് 1 meter per second square ആക്സിലറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫോഴ്സാണ് 1 യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ the unit SI unit of this force is 1 unit of force is equal to K into 1 kg into 1 meter per second square. So F is equal to ma. The unit is called kilogram meter per second square or Newton. അപ്പോൾ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്നോ ന്യൂട്ടൺ എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന അർത്ഥം. സോ വളരെ ക്ലിയർ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണിത്. ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോഴ്സ് അപ്ലൈഡ് ടു ഇറ്റ്സ്. അത് തീർച്ചയായിട്ടും നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വളരെ വ്യക്തമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ പറഞ്ഞതിനെ തിരിച്ച് ആ ഫോഴ്സ് ആക്സിലറേഷന് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയും ചെയ്യും. ദെൻ അവിടെ നിന്ന് നമ്മൾ കടന്നു പോയാൽ ഈ ലോ നമുക്ക് ഡെയിലി ലൈഫിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പല കേസുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴൊക്കെ കൈ ബെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈ ജമ്പ് പിറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോങ് ജമ്പ് പിറ്റുകൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സർക്കസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബ്രിക്ക് മേക്കിംഗ് ഓർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നിങ്ങൾ ആ ബ്രിക്സൊക്കെ നമ്മൾ എറിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നുള്ള ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ റേറ്റ് സമയത്തിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, മൊമെൻറ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ നിയമമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. വളരെ ക്ലിയറാണ്. നമ്മളെല്ലാ മേഖലയിലും നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു നിയമമാണത്. പ്രധാനമായിട്ടും പറയാൻ ഇത്രയേ ഉള്ളൂ. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുക. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഇൻ 2 ഡിഫറെൻറ്റ് ബോഡീസ് എന്നാണ്. 2 വ്യത്യസ്ത ബോഡികളിൽ, ഒബ്ജക്റ്റുകളിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ആക്ഷൻ കൊടുത്താൽ മറു ഒബ്ജക്റ്റ് തിരിച്ച് അതേ ഈക്വൽ ആയിട്ടുള്ള ഇഫക്റ്റോടുകൂടി ആദ്യത്തെ ഒബ്ജക്റ്റിലേക്ക് ഒരു മറുഫലം കൊടുക്കുമെന്നും അത് ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കുമെന്നും നമുക്ക് പറയാൻ സാധിക്കും. സോ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. that object must be in 2 different objects. ആ ഒബ്ജക്ട്സ് 2 വ്യത്യസ്ത ഒബ്ജക്റ്റ് ആയിരിക്കണം. സെയിം ഒബ്ജക്റ്റിൽ നടക്കുന്ന കാര്യമല്ല. 2 വ്യത്യസ്ത ഒബ്ജക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ആക്ഷൻ കൊടുത്താൽ
മറ്റേ ഒബ്ജക്റ്റ് തിരിച്ചതിനോട് റിയാക്ഷൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ പ്രകൃതിയിൽ പല കാര്യങ്ങളും മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്നർത്ഥം. അത് വളരെ ക്ലിയർ ആണ്. നമുക്കറിയാം, നമ്മൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പുണ്ട്, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ നമ്മുടെ കാല് എടുത്ത് ഭൂമിയിലേക്ക് വെക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. ദാറ്റ് ഒബ്ജക്റ്റ് മേക്സ് ആൻ ആക്ഷൻ. അറ്റ് ദ സെയിം ടൈം ദ എർത്ത് മേക്സ് എ റിയാക്ഷൻ. എർത്ത് നമുക്കൊരു പുള്ളിങ് ഇഫക്റ്റ് തരുന്നുണ്ട്. ദാറ്റ് പുള്ളിങ് ഇഫക്റ്റ് ഈസ് കോൾഡ് റിയാക്ഷൻസ്. ആ റിയാക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വഴിയിലൊക്കെ നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി, അതുപോലെ തന്നെ നമ്മുടെ പ്രതലങ്ങൾ വളരെ സ്മൂത്ത് മിനുസമായിരുന്നാൽ നമുക്ക് ഫ്രിക്ഷൻ കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തിരിച്ച് പ്രതലം, സർഫസ്, ഭൂമി തിരിച്ചൊരു റിയാക്ഷൻ തരുവാൻ അവർ ഈക്വലായിട്ട് തരികയും ആ തരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാലൻസ് പോകുന്നത് കൊണ്ടാണ് നമ്മൾ താഴെ വീഴുന്നതെന്നർത്ഥം. അപ്പോൾ ഏത് കാര്യം നമ്മൾ നടക്കുന്ന മൂവ്മെൻറ്റ് ചെയ്യുന്ന തരത്തിലും നമുക്ക് തേർഡ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നമുക്ക് പിന്നെ അറിയാം, മാസ് ആൻഡ് വെലോസിറ്റി ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, നല്ലൊരു വലിയ തോക്കിൽ നിന്ന് ഒരു ഗോലി, ഒരു വെടിയുണ്ട നമ്മൾ ഉതിർക്കുകയാണെങ്കിൽ ആ വെടിയുണ്ട വളരെയധികം സ്പീഡിൽ വെലോസിറ്റിയിലോട്ട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ഗോലിയുടെ ഫോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഗോലി തിരിച്ചൊരു റിയാക്ഷൻ ആ തോക്കിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ തോക്കിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന ആ റിയാക്ഷനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് ദി ഗൺ എന്ന് പറയും. ഗണ്ണിൻ്റെ റീകോയിൽ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ വലിയ തോക്കുകളൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉന്നം വയ്ക്കുന്ന സമയത്ത് മൂക്കിൻ്റെ നേരെ പിടിച്ച് ഒരിക്കലും വലിയ തോക്കൊക്കെ വലിക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? അത് വലിക്കുന്ന സമയത്ത് ആ ഗോലി പോകുന്നതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുമ്പോൾ ആ തോക്ക് പിന്നിലേക്ക് വലിയുകയും റീകോയിൽ ചെയ്യുകയും അത് വന്ന് നമ്മുടെ മൂക്കിലിടിച്ച് മരണം വരെ സംഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടത് നമ്മൾ ചെയ്യണമെന്നർത്ഥം. ഇതുപോലെ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് വേണ്ടുവോളം നമുക്ക് അനുഭവിക്കേണ്ടതുമാണ്. ഈ പ്രകൃതിയിൽ പല കാര്യങ്ങളും ഇതിനനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു ബോട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടിലൂടെ സഞ്ചരിച്ച് ആ ബോട്ടിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാല് നമ്മൾ ബോട്ടിൽ വയ്ക്കുകയും മറുകാല് നമ്മൾ സർഫസിലേക്ക് വയ്ക്കുമ്പോൾ ആ കൊടുക്കുന്ന ആക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സർഫസ് വിൽ ഗീവ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷൻ തരുന്നത് കൊണ്ടാണ് നമുക്ക് ഫോർവേഡ് സ്റ്റെപ്പ് എടുത്തു വെച്ച് നമുക്ക് വഞ്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടിൽ നിന്ന് മുകളിലേക്ക് വരാൻ സാധിക്കുന്നത്. സോ എവരി ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്നർത്ഥം. അത് രണ്ട് ഒബ്ജക്റ്റിൽ വരുമ്പോഴാണ് നമുക്കത് സാധ്യമാകുക. ഒരേ ഒബ്ജക്റ്റിലുള്ള കാര്യമല്ല, രണ്ട് ഡിഫറെൻ്റ് ഒബ്ജക്റ്റിൽ ഇത് സംഭവിക്കുമ്പോൾ ആ ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്നർത്ഥം. അവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്കറിയാം ഇതിൽ മൊമെൻ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഒരു വസ്തു മൂവ് ചെയ്യുക എന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഒരു മൂവ് ചെയ്യുന്ന വസ്തു നിൽക്കാൻ സാധിക്കുക എന്നും പറഞ്ഞു. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കാതെ ഒരു വസ്തുവിൽ മൊമെൻ്റം ഉണ്ടെങ്കിൽ ആ മൊമെൻ്റം എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ ആ ആക്കം എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ ആ ആക്കത്തിന് വല്ല നഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ന്യൂട്ടൺ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് മൊമെൻ്റം വിൽ ബി കൺസർവ്ഡ് എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിയമം അവിടെ വന്നിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. ഇപ്പോൾ എ എന്നൊരു ബോഡി ബിയിലേക്ക് നമ്മൾ
ഒരു ആക്ഷൻ കൊടുക്കുക. അപ്പോൾ എഫ് എ ബി എന്ന് കൊടുക്കാം. എഫ് എ ബി ഇസ് ഈക്വൽ ടു ആ ഫോഴ്സ് ബിയിലേക്ക് കൊടുക്കുമ്പോൾ ബി തിരിച്ച് ഒരു റിയാക്ഷൻ കൊടുക്കുന്നു. അതിനെ നമുക്ക് എഫ് ബി എന്ന് കൊടുക്കാം. ബിന്ന് എയിലേക്ക് ഒരു റിയാക്ഷൻ വരികയാണ്. സോ എഫ് എ ബി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എഫ് ബി എന്നാണ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ആക്ഷൻ കൊടുക്കുമ്പോൾ അതേ തരത്തിൽ തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു റിയാക്ഷൻ വരും. അത് നെഗറ്റീവ് ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന മൊമെൻ്റം അതെത്രയാണോ അത് ഫൈനലായിട്ടുണ്ടാകുന്ന മൊമെൻ്റവും നമ്മൾ ചെക്ക് ചെയ്താൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ, ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ, ദാറ്റ് ഇനീഷ്യൽ മൊമെൻ്റവും ഫൈനൽ മൊമെൻ്റവും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. ദാറ്റ് മീൻസ് ദാറ്റ് മൊമെൻ്റം neither be created nor be destroyed. The momentum will be conserved എന്നർത്ഥം. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റത്തിന് എന്ത് സംഭവിക്കും? നമുക്ക് വളരെ നല്ലൊരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് രണ്ട് ഓബ്ജക്ട്സ്, അതായത് രണ്ട് ബോളുകൾ, എ എന്ന ബോളും ബി എന്ന ബോളും എടുക്കുക. അതിനെ എം എ, ഫസ്റ്റ് ബോളിൻ്റെ മാസ് എം എ എന്നും സെക്കൻഡ് ബോളിൻ്റെ മാസ് എം ബി എന്നും നമുക്ക് എടുക്കാം. അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ, ഒരേ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പോവുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി യു എ, മറ്റേതിൻ്റെ വെലോസിറ്റി യു ബി എന്നും വിചാരിക്കുക. അത് നമ്മൾ കൊളൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. എ എന്ന ബോൾ ബി എന്ന ബോളിനെ ഇടിക്കുന്നു. അപ്പോൾ എ എന്ന ബോൾ ബി എന്ന ബോളിൽ ഇടിക്കുമ്പോൾ ഡ്യൂറിങ് ദ കൊളീഷൻ, അത് ആക്ഷനാണ്, എഫ് എ ബി എന്ന് പറയും. എഫ് എ ബി ഇസ് ദ ആക്ഷൻ. ആ ആക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം അവിടെ എയുടെ വെലോസിറ്റി നമുക്കറിയാം, ബിയുടെ വെലോസിറ്റി നമുക്കറിയാം. ആ കൊളീഷൻ നടക്കുമ്പോൾ നമുക്കവിടെ എന്താണ് സംഭവിക്കുക? എഫ് എ ബി വരുമ്പോൾ എ എക്സർട്ടഡ് എ ഫോഴ്സ് ടു ബി, എ ബിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. സോ അവിടെ അതിന് ടി സെക്കൻഡിൽ വരികയാണെങ്കിൽ അപ്പോൾ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം അവിടെ നടക്കും. സോ ദാറ്റ് ഈസ് എഫ് എ ബി, ദ ടോട്ടൽ മൊമെൻ്റം ഇസ് ഈക്വൽ ടു കൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ കൊല്യൂഷൻ, ദാറ്റ് മൊമെൻ്റം ഇസ് ഈക്വൽ ടു എം എ ഇൻറ്റു വി എ മൈനസ് യു എ ബൈ ടി, എം എ ഇൻറ്റു വി എ മൈനസ് യു എ ബൈ ടി. അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന എഫ് എ ബിയുടെ മൊമെൻ്റം. അതേ സമയത്ത് തന്നെ ബോൾ ബി തിരിച്ചൊരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. ബോൾ ബി എക്സെർട്സ് എ ഫോഴ്സ്, ഈക്വൽ ഫോഴ്സ് ടു എ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, ദാറ്റ് ഈസ് മൈനസ് ബി എ എന്ന് പറയും, മൈനസ് ബി എ. അപ്പോൾ അവിടെയും ഒരു ടൈം ചേഞ്ചിൽ there is a momentum, rate of change of momentum, that is equal to mb into va minus, vb minus ub by t. അപ്പോൾ നമുക്ക് രണ്ട് ബോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. രണ്ട് ബോളുകൾ നമ്മൾ കൂട്ടിയിടിക്കുമ്പോൾ നമുക്കറിയാം എ എന്ന ആക്ഷൻ, എഫ് എ ബി എന്ന ആക്ഷനും മൈനസ് എഫ് ബി എ എന്ന ആക്ഷൻ, റിയാക്ഷനും കൂടി വരുമ്പോൾ അവിടെ ഒരു തേർഡ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരികയാണ്. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ അത് ന്യൂമറിക്കലി ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് പറയാൻ സാധിക്കും. അവിടെ നമ്മൾ ഈ മൊമെൻ്റം കൊടുക്കുകയാണെങ്കിൽ എം എ ഇൻറ്റു വി എ മൈനസ് യു എ ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു വി ബി മൈനസ് യു ബി ബൈ ടി. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എം എ യു എ പ്ലസ് എം ബി യു ബി ഈസ് ഈക്വൽ ടു എം എ വി എ പ്ലസ്
MBVB. That means momentum before collision of the two objects is equal to the momentum after collisions of the two objects. കൊളീഷന് മുമ്പുള്ള മൊമെൻ്റവും ടോട്ടൽ മൊമെൻ്റവും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻ്റവും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ അസാന്നിധ്യത്തിൽ എടുക്കുകയാണെങ്കിൽ, ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ദ ടോട്ടൽ മൊമെൻ്റം വിൽ ബി കൺസർവ്ഡ്. ആ മൊമെൻ്റം അവിടെ സുരക്ഷിതമായിരിക്കും, സംരക്ഷിക്കപ്പെടും. അത് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ദാറ്റ് മൊമെൻ്റം വിൽ ബി ആൾവേസ് ഈക്വൽ. അതവിടെ സംരക്ഷിക്കപ്പെടും. ദാറ്റ് ഈസ് കൺസർവ്ഡ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം എന്ന് പറയുക. അപ്പോൾ നമുക്ക് എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വെച്ചുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റവും നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. ഇതൊക്കെ നമ്മൾ എക്സാക്ട്ലി എക്സ്പെരിമെൻ്റ് വഴി തെളിയിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ എങ്ങനെയാ സയൻസ് അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കതിനെ ഒരു പ്രൂഫായിട്ട് കൊണ്ടുവരാൻ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. സോ ഓൾ കൺസർവേഷൻ ലോസ് സച്ച് ആസ് conservation of momentum and conservation of energy and conservation of angular momentum, etc. are considered to the fundamental laws of physics. അതൊരു ഫിസിക്സിൻ്റെ ഊർജ്ജതന്ത്രത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നിയമമാണ്. ദീസ് ആർ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റ്സിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് a conservation law cannot be proved. That is the main point. കൺസർവേഷൻ ലോ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയും സയൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഇതുവരെ നമുക്കതിനെ വേറൊരു തരത്തിലേക്ക് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മൾ ആ ബേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ കൺസർവേഷൻ ലോസ് ഇന്നും നിലനിൽക്കുന്നു എന്നർത്ഥം. ഇനി തുടർന്ന് ഏതെങ്കിലും ഒബ്സർവേഷനിൽ മാറ്റം വരുമ്പോഴാണ് നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അത് നമുക്ക് വ്യക്തമാണ്. അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെൻറ്റിലൂടെ പ്രസ്താവിച്ചെടുക്കുന്നതാണ് ഫണ്ടമെൻ്റൽ ഓഫ് ഫിസിക്സ് ആണ്, ലോ ഓഫ് കൺസർവേഷൻ അല്ല. ആ ഒരു കൺസർവേഷൻ ആസ്പെക്റ്റ് നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഫിസിക്സ് നമ്മൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നർത്ഥം. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.